ഒരു കംപ്രസറിൻ്റെ കോമൺ റണ്ണിംഗ് സ്റ്റാർട്ടിംഗ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ക്ലാം മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ക്ലാം മീറ്റർ. ക്ലാം മീറ്ററിനെ കുറിച്ചുള്ള കൂടുതലായിട്ടൊരു വീഡിയോ ഞാൻ മറ്റൊരു ദിവസം ചെയ്തതാണ്. ഇത് ക്ലാം മീറ്ററിൻ്റെ പ്രോബാണ്. കംപ്രസർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ക്ലാം മീറ്റർ നമ്മൾ ഓമിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതാണ് ഓം. ആ മോഡിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കംപ്രസറിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഡയഗ്രാം വഴിയാണ് അത് കംപ്രസറിൻ്റെ ടെർമിനൽ എങ്ങനെ, അതിൻ്റെ വാല്യൂ എത്ര, അതിൽ നിന്ന് കോമൺ റണ്ണിംഗ് സ്റ്റാർട്ടിംഗ് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ഒരു ഡയഗ്രാം വഴിയാണ് കാണിച്ചു തന്നത്. ഇന്ന് നമുക്ക് കംപ്രസറിലൂടെ തന്നെ ചെക്ക് ചെയ്തിട്ട് അത് മനസ്സിലാക്കാം. ചില കംപ്രസറിൽ ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കോമൺ റണ്ണിംഗ് സ്റ്റാർട്ടിംഗ് ഏതാണെന്ന്. അപ്പോൾ ചില പഴയ കംപ്രസറിലൊക്കെ ആ റബ്ബറൊക്കെ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലാം മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കോമൺ റണ്ണിംഗ് സ്റ്റാർട്ടിങ് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അത് ഇന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാം മീറ്ററിൻ്റെ ഒരു പ്രോബ് കംപ്രസറിൻ്റെ ഒരു ടെർമിനലും മറ്റൊരു പ്രോബ് മറ്റൊരു ടെർമിനലിലും വെച്ചിട്ട് എത്രയാണ് വാല്യൂ കിട്ടുന്നത് നോക്കാം. ഇതിൽ കിട്ടുന്ന വാല്യൂ 6.7 ആണ്, 6.5. ഓക്കെ, അത് നമ്മൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊരു ടെർമിനലിൽ കിട്ടുന്ന വാല്യൂ 2.1. ഓക്കെ, അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. മറ്റൊരു ടെർമിനലിൽ കിട്ടുന്ന വാല്യൂ 5.1. ഓക്കെ, അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഏത് പോയിൻ്റാണ്? ഒന്നുകൂടി കാണിക്കാം. ഈ രണ്ട് പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത്. എത്രയാണ്? 6.3. ഈ രണ്ട് പോയിന്റിൽ കിട്ടുന്ന വാല്യൂ കുറവാണ്, 2.3. ഈ രണ്ട് പോയിന്റിൽ കിട്ടുന്ന വാല്യൂ 5.3 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മുകളിലത്തെ ടെർമിനൽ കോമൺ, രണ്ടാമത് റണ്ണിംഗ്, മൂന്നാമത് സ്റ്റാർട്ടിംഗ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഡയഗ്രത്തിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. കാണാത്തവർ അത് കണ്ടിട്ട് വരിക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.